10 സെന്റിൽ നിർമ്മിക്കാവുന്ന 1700 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു നില വീടിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലയന്റിന്റെ റിക്വയർമെന്റിനനുസരിച്ച് നിർമ്മിച്ച വീടിന്റെ പ്ലാനും അതോടൊപ്പം എലിവേഷനും കാണാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. 10 സെന്റ് വിസ്തീർണമുള്ള ഈ പ്ലോട്ടിന് റെക്ടാങ്കുലർ ഷേപ്പാണുള്ളത്. 25.12 മീറ്റർ വീതിയും 16.16 മീറ്റർ നീളവുമാണ് ഈ പ്ലോട്ടിനുള്ളത്. പ്ലോട്ടിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് റോഡ് വരുന്നത്. ഒരു ചെറിയ പ്രൈവറ്റ് റോഡാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശം ഫേസ് ചെയ്യുന്നത് വടക്കു ഭാഗമാണ്. ഈ പ്ലോട്ടിൻ്റെ മുൻവശത്തും പുറകുവശത്തും സൈഡുകളിലും വീടുകളുണ്ട്. ഇനി ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ബെഡ്റൂംസ് വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിരുന്നു ആദ്യത്തെ റിക്വയർമെൻറ്റ്. പിന്നീട് ഒരു പൂജാ റൂം, വരാന്ത, പോർച്ച്, ലിവിംഗ് സ്പേസിനോടനുബന്ധിച്ച് ഒരു സിറ്റിംഗ് സ്പേസ്, കിച്ചൺ, ഡൈനിങ് റൂം, വർക്ക് ഏരിയ ആൻഡ് ഒരു കോമൺ ടോയ്ലറ്റ് എന്നിവയായിരുന്നു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ്. ഇതാണ് 1700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടിൻ്റെ പ്ലാൻ. വാസ്തു അനുസരിച്ച് പ്ലോട്ടിൻ്റെ കന്നിമൂല എന്ന് പറയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. ഈ ഭാഗത്തായിട്ടാണ് കുറ്റിയിട ചടങ്ങ് ആരംഭിക്കുന്നത്. ഈ ഭാഗത്ത് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അനുയോജ്യമല്ല എന്ന് പറയപ്പെടുന്നു. ഈ പ്ലാനിൽ വീടിൻ്റെ കന്നിമൂലയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമാണ്. അതുപോലെ തന്നെ വാസ്തുപ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് അഗ്നിമൂല എന്ന് പറയുന്നത്. കിഴക്ക് തെക്ക് മൂലയാണ് അഗ്നിമൂലയായി അറിയപ്പെടുന്നത്. ഈ ഭാഗത്തും ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അനുയോജ്യമല്ല. ഈ പ്ലാനിൽ ഈ ഭാഗത്ത് വർക്ക് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റോഡിൽ നിന്നും ഡയറക്റ്റ് പോർച്ചിലേക്ക് എൻട്രി കൊടുക്കണമെന്നത് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. 4.8 by 3.2 മീറ്ററാണ് പോർച്ചിൻ്റെ ഡയമെൻഷൻ. അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ വരാന്തയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ നിന്നും എൻട്രി ചെയ്യുന്നത് ചെറിയൊരു സിറ്റിംഗ് സ്പേസിലേക്കാണ്. സിറ്റിംഗ് സ്പേസിൻ്റെ ഒരു കോർണറിലായി പൂജാ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നുള്ള മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ പൂജാ റൂം കാണണമെന്നത് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. സിറ്റിംഗ് സ്പേസിൽ നിന്നും 306 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ലിവിങ്ങിൽ നിന്നും സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വർക്ക് ഏരിയയോടനുബന്ധിച്ച് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ലിവിങ്ങിൽ നിന്നും മറ്റേ ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ഡൈനിങ്ങിൽ നിന്നും കൊടുത്തിരിക്കുന്നു. 2 ബെഡ്റൂമിനോട് അനുബന്ധിച്ചും അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഡ്രസ്സിംഗ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ എലിവേഷൻ. നാച്ചുറൽ വെന്റിലേഷൻ മാക്സിമം ലഭിക്കുന്ന രീതിയിലാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിനോടനുബന്ധിച്ച് നീളത്തിൽ തന്നെ പടികൾ കൊടുത്തിട്ടുണ്ട്. കാർപോർച്ചിൻ്റെ സൈഡിലായി എലിവേഷൻ്റെ ഭംഗി കൂട്ടുന്നതിനായി ക്ലാഡിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗാർഡൻ ഏരിയയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സ്റ്റെയർകേസിനോടനുബന്ധിച്ച വെന്റിലേഷൻ ഫുൾ ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ലിവിംഗ് സ്പേസിലേക്ക് മാക്സിമം നാച്ചുറൽ വെന്റിലേഷൻ ഇതുവഴി ലഭിക്കും. എലിവേഷൻ്റെ ഭംഗി കൂട്ടുന്നതിനായി ഓരോ പാളിയിലായി 3 ജനാലകൾ കൂടി മുൻവശത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. സൈഡിലായി 2 ബെഡ്റൂമിൻ്റെയും ജനാലകളും ടോയ്ലറ്റിൻ്റെ വെന്റിലേറ്ററുകളും കാണാം. സൺഷെയ്ഡ് സെപ്പറേറ്റ് ആയാണ് കൊടുത്തിരിക്കുന്നത്. പുറകുവശത്ത് വർക്ക് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗ്രിൽ വർക്ക് കാണാം. കിഴക്ക് ഭാഗത്തായി കിച്ചൻ്റെയും സിറ്റിംഗ് സ്പേസിൻ്റെയും ഓരോ ജനാലകളും കാർ പോർച്ചിൻ്റെ വ്യൂവും കാണാവുന്നതാണ്.